ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കപ്പുറം ഒരു ഭാഗത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു ദേവദാസൻ അവിടെ നിന്നുകൊണ്ട് ഒരു 10, 70, 80, 100 മൈൽ അപ്പുറമുള്ള ഒരു ഗ്രാമത്തെ കൊണ്ടുപോയി ഒരു ചർച്ചിൽ ഞങ്ങൾ ആരാധനയ്ക്ക് ഇരിക്കുക. അത് കുറച്ചു പേരേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഈ ചർച്ച് നിറയെ വിശ്വാസികളായിരുന്നു. അവർ പ്രധാനമായും വന്നിരുന്ന അടുത്ത ഗ്രാമത്തിൽ നിന്നാണ്. എന്നാൽ ഒരിക്കലും അടുത്ത ഗ്രാമത്തിലെ മൂപ്പൻ ഇത് അറിഞ്ഞിട്ട് ഈ വ്യക്തികളോട് പറഞ്ഞൊരു കാര്യം, അവിടുത്തെ റേഷൻ കടക്കാരനോട് പറഞ്ഞു, അവിടുത്തെ പാലുകാരനോട് പറഞ്ഞു, ഈ പ്രേയറിന് പോകുന്ന ഒരു വ്യക്തിക്കും ഇനി മുതൽ അവർക്ക് റേഷൻ കൊടുക്കരുത്, പാല് കൊടുക്കരുത്. ഭയങ്കര സ്നേഹം യേശുവിനോട്, നിർമ്മല സ്നേഹം. ഇത് പറഞ്ഞേ ഉള്ളൂ. പോകാൻ പോയപ്പോ പറഞ്ഞു, ഇനി നാളെ മുതൽ നിങ്ങൾക്ക് റേഷനും ഇല്ല, പാലും ഇല്ല. അങ്ങനെയാണ് മൂപ്പൻ പറഞ്ഞത്. ആന്റിക്രൈസ്റ്റ് അല്ല, മൂപ്പൻ. ഉടനെ അവർക്ക് ഭയങ്കര യേശുവിനോടുള്ള സ്നേഹമായിരുന്നു, നിർമ്മല സ്നേഹം. ഉടനെ അവരുടെ നിർമ്മല സ്നേഹം പോകും. ഈ സഹോദരൻ ചോദിക്കണം, ഞങ്ങളുടെ നിർമ്മല സ്നേഹം പോകും. ഷാജിദാസിന്റെ ക്ലാസ് കേട്ടാൽ നിർമ്മല സ്നേഹം പോകും. കുഞ്ഞേ, നീ ചതിക്കപ്പെടരുത്. നിന്റെ സ്നേഹം നിർമ്മലമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ്. നിർമ്മല സ്നേഹമാണെങ്കിൽ ഈ പരീക്ഷയിലൂടെ പോകുമ്പോ ഒന്നും പോകൂല എന്റെ മോനെ. യേശു ഇതിനേക്കാളും വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. അറിയോ? കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശു ഒന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കി തരണേ. സ്വർഗീയ പിതാവ് പറഞ്ഞു, എന്റെ പ്രിയ കുട്ടാ, നീ ഇതിലൂടെ പോകുന്ന ചങ്ക് തകർന്നു പോടാ, ഞാനത് മാറ്റിയിരിക്കും. അങ്ങനെ പറഞ്ഞ പകരം ഒരു ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തി അതിലൂടെ പോയേ പറ്റൂ. പുത്രൻ എന്ത് ചെയ്തു? അങ്ങയോടുള്ള നിർമ്മല സ്നേഹം പോയി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നോ? ഇല്ല, എന്റെ സ്നേഹം അങ്ങയോട് നിർമ്മല സ്നേഹം തന്നെയാ. ഈ പ്രാണം പോയാലും അങ്ങയുടെ വചനം ഞാൻ അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ അതിലൂടെ കടന്നുപോയി. ആ സ്നേഹം, എന്റെ സ്നേഹം അങ്ങയോടുള്ള നിർമ്മല സ്നേഹമാ. അങ്ങനെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല ആ സ്നേഹം, അങ്ങന്റെ അപ്പനായതുകൊണ്ടുള്ള സ്നേഹം അതിലൂടെ കടന്നുപോയി.